അപ്പോഴേ പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ. നമുക്ക് ഇന്നൊരു യാത്ര പോയാലോ? യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെടുമ്പോയിലിൻ്റെയും വയനാടിൻ്റെയും ഇടയിലുള്ള ഏലപ്പീടിയ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ. അപ്പോൾ ഏലപ്പീടിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ KSRTC ബസ്സിലാണ് പോകുന്നത്. അപ്പം നമ്മൾ KSRTC ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പം 11:30 മണിക്ക് വയനാട് ഭാഗത്തോട്ടൊരു ബസ്സുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ കയറി കൃത്യം 11:30 ആയപ്പോൾ തന്നെ ബസ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇതിൻ്റെ അടിയിലൊന്ന് കമൻ്റ് ആക്കണം കേട്ടോ. കാരണം KSRTC ബസ്സെന്ന് പറഞ്ഞാൽ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ യാത്ര ചെയ്യാൻ പറ്റിയ ബസ്സാണല്ലോ. അപ്പം ഒരുപാട് ടൂർ പാക്കേജുകളൊക്കെ നമ്മുടെ KSRTC ബസ് കണ്ണൂർ ഡിപ്പോയിൽ നിന്നൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചാല, പെരളശ്ശേരി, മമ്പറം, പിന്നെ കൂത്തുപറമ്പ് വഴിയാണ് ഏലപ്പീടിയയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് ഇത് നമ്മൾ മമ്പറം പാലത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്ത് ഭംഗിയാണ് ആ സ്ഥലത്തോടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. യാത്ര ആസ്വദിച്ച് പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒരിക്കലെങ്കിലും KSRTC ബസ്സിൽ ഒന്ന് യാത്ര ചെയ്ത് നോക്കണേ. അപ്പോഴല്ലേ നമുക്ക് പിന്നെ യാത്രയൊക്കെ ശരിക്കും ഒന്ന് ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിലൊക്കെ ഇരിക്കുവാണല്ലോ. അപ്പോൾ വല്ലപ്പോഴും ഒന്ന് യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിരിക്കുമേ. അപ്പം ബസ് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോവുക കേട്ടോ. ആ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണേ. അപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. കാരണം ഒരു ശനിയാഴ്ചയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ തിരക്കും കൂടി ആയതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ കൂത്തുപറമ്പിലേക്ക് ബസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൂത്തുപറമ്പ് സ്റ്റാൻഡിലും കയറി അവിടെ നിന്നുള്ള ആളെയൊക്കെ കയറ്റിയിട്ടാണ് ഈ കുഞ്ഞ് ബസ് പോകുന്നത്. അപ്പം നമ്മൾ പിന്നെ കൂത്തുപറമ്പ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പം നിങ്ങൾ ആ കാഴ്ചയൊന്ന് കാണുക കേട്ടോ. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഉള്ള ബസ് അവിടുന്നും ഉള്ളതുകൊണ്ട് എല്ലാ സൈഡിലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബസ് ഏകദേശം ഒരു 2-3 മിനിറ്റ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിടും കേട്ടോ. അപ്പോൾ എന്നാലല്ലേ ആൾക്കാർക്കൊക്കെ കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ബസ് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്നും വിട്ടിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് തൊക്കിലങ്ങാടി വഴിയാണ് കേട്ടോ. തൊക്കിലങ്ങാടിയിൽ നിന്ന് നമ്മൾ പിന്നെ വലത്തോട്ട് തിരിഞ്ഞിട്ട് നെടുമ്പോയിലേക്കും ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇരിട്ടി ഭാഗത്തോട്ടുമാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തൊക്കിലങ്ങാടിയിലേക്ക് പോകുന്ന ഭാഗമാണ് കാണാൻ പോകുന്നത്. അതൊന്ന് കാണുക കേട്ടോ. കുറേ വലിച്ചു നീട്ടി സംസാരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങളോട് ഇത് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറയുന്നത്. ഈ ഭാഗത്തോട്ടൊക്കെ വലിയ വലിയ ബസ്സുകളൊക്കെ വരുന്ന കാണുന്നില്ലേ മുമ്പിൽ കൂടെ? അതൊക്കെ കൊട്ടിയൂരിൽ നിന്ന് വരുന്ന ബസ്സുകളാണ് കേട്ടോ. അവിടെ കൊട്ടിയൂർ ഉത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടും ഉണ്ടായിരുന്നേ. അതിൻ്റെ ഒക്കെ ഇതൊക്കെ കാണാം കേട്ടോ കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് ചെല്ലുമ്പോഴേ. നോക്കി എന്ത് നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. നമുക്കതാ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്ട് ഇപ്പോൾ തേക്ക് കണ്ണവത്തോടടുത്തിട്ടുണ്ട് ഏകദേശം കേട്ടോ. അവിടെ 2 സൈഡിലായിട്ട് തേക്കിൻ്റെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ മരങ്ങളായിരുന്നു, അതൊക്കെ ഇപ്പം കുറച്ച് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ആ തേക്കും കാട്ടിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. 2 സൈഡിലും തേക്കുകളും അതിൻ്റെ നടുക്കൂടെയാണ് ഈ റോഡ് വരുന്നത്. ഏകദേശം നമുക്ക് തൊക്കിലങ്ങാടി ഭാഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. പിന്നെ വരാൻ പോകുന്ന 2 സൈഡിലും പിന്നെ മരങ്ങളുടെ ഇടയിലൂടെയുള്ള റോഡാണ്. ആ റോഡിലൂടെയാണ് കേട്ടോ നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാലും മടുക്കാത്ത ഒരു ഏരിയ ഈ ഭാഗം കേട്ടോ. നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുമേ. അപ്പം നിങ്ങൾ ഇത് കാണുക കേട്ടോ. കുറച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. റോഡിൻ്റെ ഇതൊക്കെ നിങ്ങൾ ആസ്വദിക്കണേ. ഉണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ
ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ മുമ്പേ അത് കണ്ടോ, അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അത് അവിടെ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, അവർക്ക് കഴിക്കാൻ, കൊട്ടിയൂരിലേക്ക് പോകുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കോളയാട്, അപ്പോൾ ആ കോളയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തിക്കും തിരക്കും ഒക്കെ കാണുന്ന. അവിടെ ലൈനായിട്ട് നിന്നിട്ട് അവരവിടെ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച് വിശ്രമിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോവുക. അത് മാത്രമല്ല, ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഡ്രൈവറോടൊക്കെ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഡ്രൈവർ പറഞ്ഞില്ല, തിരക്കുണ്ടെന്ന്. ഇത് കണ്ടോ, ആ പള്ളി, അത് കോളയാട് പള്ളിയാണ് കേട്ടോ കാണുന്നത്. ആ പള്ളി പൊളിച്ച് പുതിയതായിട്ട് പള്ളി അവിടെ എടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ പിന്നെയും കുറേ മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നേരത്തെയും പറഞ്ഞില്ലേ, അവിടെ രണ്ട് സൈഡിലും തേക്കും കാടുകളൊക്കെ വരുന്ന കണ്ണവും ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗമായി കാണുന്നതൊക്കെ കേട്ടോ. ഈ പോകുന്ന വഴിക്കൊക്കെ പിന്നെ മുളയരി പായസം അങ്ങനത്തതൊക്കെ കിട്ടുമേ. പിന്നെ ഇങ്ങോട്ട് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ടേക്കൊക്കെ വരുമ്പോൾ അവിടെ ഗാർഡനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ നെടുമ്പൊയി എത്തിയിട്ടുണ്ട്. നെടുമ്പൊയിൽ നിന്ന് നേരെ കാണുന്നത് പേരാവൂർക്കുള്ള റോഡും വലത്തോട്ട് തിരിയുന്നതാണ് മാനന്തവാടിയിലേക്കുള്ള റോഡ്. അപ്പം നെടുമ്പൊയി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ബസ് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുന്നും ബസ് മുമ്പോട്ടേക്ക് എടുത്തു. അങ്ങനെ നമ്മൾ ഏലപ്പീടികയിലേക്കുള്ള പോക്കാട്ടോ. നിങ്ങൾ നോക്കണേ, ഈ ഏലപ്പീടികയിലേക്ക് കയറുന്ന ഭാഗം തന്നെ കണ്ടോ, ഫുള്ള് രണ്ട് സൈഡിലും പച്ചപ്പിൻ്റെ ഒരു ഭംഗി കണ്ടോ. നിങ്ങൾ എത്ര ആസ്വദിച്ചാലും മതി വരില്ല കേട്ടോ. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പ്രകൃതി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും മനസ്സിന്. നല്ല കുളിർമയുണ്ടാവുമല്ലോ. നമ്മൾ പോകുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് മഴയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇതിപ്പം ചെറിയ ചെറിയ വളവൊക്കെ കയറി പോകുന്ന ഭാഗമാണ് കേട്ടോ. ആ വളവ് കയറുന്നതൊക്കെ ഒന്ന് കാണേ. അതും രണ്ട് സൈഡിലും മരങ്ങൾ തന്നെയാണ് കേട്ടോ. റബ്ബറുണ്ട്. പിന്നെ ആ റബ്ബറിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ തേനീച്ചപ്പെട്ടികളൊക്കെ വെച്ചിട്ട് തേന എടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്തോട്ട്. ഒരു പരിധി വരെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കൂടെ മുമ്പോട്ടേക്ക് ചെന്ന് കഴിയുമ്പോൾ വീടും കാര്യങ്ങളൊന്നും പെട്ടെന്ന് കാണാൻ പറ്റിയല്ലോ കേട്ടോ. അത്യാവശ്യം ഇത് അത്യാവശ്യം ജനസമ്പർക്ക മേഖല തന്നെയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ പിന്നെ മുമ്പോട്ടേക്ക് പോവാം കേട്ടോ. പോകുമ്പോൾ സെമിനാരി വില്ല 29 അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏലപ്പീടികയിലേക്ക് എത്താൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇതൊന്ന് കാണുക കേട്ടോ. നോക്കി ആ വളവും തിരിവും ഒക്കെ തിരിഞ്ഞ ആ ഡ്രൈവർ അത്രയും നല്ല പെർഫെക്റ്റായിട്ട് വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റിയല്ല. അവിടുന്നും KSRTC ഇങ്ങോട്ട് വരുന്നത്, ഈ വരുന്നതൊക്കെ കൊട്ടിയൂരിൽ നിന്നും വയനാട്ടിൽ നിന്നൊക്കെ വരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, അവിടെ ഒരു വണ്ടി ചെരിഞ്ഞിട്ട്, അത് പിന്നെ കല്ലും കൊണ്ട് പോകുന്ന വണ്ടിയാണ്. അത് അതിൻ്റെ രണ്ട് ഭാഗത്തെയും ടയറ് അവിടെ താന്നു പോയി കേട്ടോ. അതുകൊണ്ട് ആ വണ്ടി സൈഡാക്കിയതാണ്. അപ്പം നമ്മൾ വളവ് തിരിവുകളൊക്കെ പിന്നെ ചെയ്ത് പോകുമ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആപത്തൊന്നും കൂടാതെ നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്താനും അവിടുന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്താനും ഉള്ള ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. എന്നാലല്ലേ നമുക്ക് പോയ കാര്യമൊക്കെ ഭംഗിയാക്കിയിട്ടൊക്കെ ചെയ്ത് സമാധാനത്തോടെ വന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മുമ്പോട്ട് നോക്കുമ്പോൾ മല പോലെ കാണുന്നില്ല, അവിടെയൊക്കെ കോട ഇങ്ങനെ വന്ന് കിടക്കുന്നതാണ്. കോട മൂടാൻ തുടങ്ങിയിട്ടുണ്ട് മെല്ലെ മെല്ലെ. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ എപ്പോഴും. കാരണം മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ. അപ്പം കോട ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ നിന്നിട്ട് പോകാനല്ല, ഇരുന്നിട്ട് പോകാൻ വേണ്ടി തന്നെ സീറ്റൊക്കെ ഫുള്ളാണ് കേട്ടോ. അത്രയും ആൾക്കാരൊക്കെ ഉണ്ട് ബസ്സിൽ. പിന്നെ നമ്മൾ ഈ വളവൊക്കെ തിരിഞ്ഞ് അധികം സംസാരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് കണ്ട് ആസ്വദിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ മുമ്പിൽ തന്നെ വലിയൊരു ടാങ്കർ ലോറി ഉണ്ടായിരുന്നു, അത് അവിടെ സൈഡാക്കി ഇട്ടിരിക്കുവാണ്. നോക്കിയ നിങ്ങൾ എത്ര നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്, ഇതൊക്കെ കാണും കേട്ടോ.
കണ്ട് ആസ്വദിക്കണേ. അതിൻ്റെ ഇടയിൽ സംസാരിച്ച് വഷളാക്കുന്നില്ല. പിന്നെ ആ സൈഡിൽ ഒരു വില്ല പോലെ കണ്ടില്ലേ, അത് അവിടെ ഹോം സ്റ്റേക്ക് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്കവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കണ്ടോ, നിറച്ചും വനത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന പോലെ ഇല്ല. അപ്പുറത്തെ ഒരു ഭാഗം ഫുള്ള് തെങ്ങ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചത് അതൊക്കെ ആരുടെയോ പിന്നെ ഇതിൽ കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അത്യാവശ്യം പിന്നെ അതിൻ്റെ വലത് സൈഡിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഏലപ്പീടിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് കണിച്ചാർ പഞ്ചായത്തിൻ്റെ ഒരു ബോർഡാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ സ്വന്തം വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നിന്ന് ആസ്വദിക്കാനൊക്കെ പറ്റി കേട്ടോ. നല്ല പിന്നെ കുരങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സംഭവമൊക്കെ കയ്യിൽ പിടിച്ചിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ ഒരു കുരങ്ങ് പിന്നെ കവറിൻ്റെ അകത്ത് ആരുടെയോ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഭാഗമായിരുന്നേ കണ്ടത്. ഇത് കണ്ടോ, മഞ്ഞ് മൂടി കിടക്കുന്ന കണ്ടോ മലയുടെ മുകളിൽ. പിന്നെ അവിടെ ഒരു പൊന്നൂസ് തട്ടുകട ഉണ്ടായിരുന്നേ, അതായത് ജോസഫ് ഏട്ടൻ്റെയും കുഞ്ഞമ്മ ചേച്ചിയുടെയും തട്ടുകടയായിരുന്നേ. ആ തട്ടുകടയിൽ ശനിയും ഞായറും കപ്പ ബിരിയാണി കിട്ടും കേട്ടോ. മറ്റുള്ള ദിവസം കിട്ടിയാലെന്നാണ് പറഞ്ഞത്. അവർക്ക് എല്ലൊക്കെ കിട്ടാനുള്ള വിഷമം ഉള്ളതുകൊണ്ട് പിന്നെ ശനിയും ഞായറും മാത്രമേ കപ്പ ബിരിയാണി ഉള്ളൂ. ഒരുപാട് പേര് കപ്പ ബിരിയാണിയൊക്കെ ചോദിച്ചിട്ട് അവിടെ വരാറുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ ആസ്വദിച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു അച്ചാറും ഉണ്ടായിരുന്നേ, അതും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ ആസ്വദിച്ച് കഴിച്ച് അവിടെ പിന്നെ സമയം ചിലവഴിച്ച് കേട്ടോ. നിങ്ങൾക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വല്ലപ്പോഴും ഒന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് നോക്കണേ. നമുക്ക് പെട്ടെന്ന് ഒരു 4 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്നതേ ഉള്ളൂ. കപ്പ ബിരിയാണിയും കഴിച്ച് നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്തേട്ടോ. എന്തായാലും നിങ്ങളുടെ വരെ വന്ന സ്ഥിതിക്ക് ഫോട്ടോ എടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.